പശ്ചിമേഷ്യ വീണ്ടും കത്തുമ്പോൾ ലോകം മുഴുവൻ വൻ ഭീതിയുടെ മുൾമുനയിലെത്തിയിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരുകളും സൈനിക നീക്കങ്ങളും അതിരൂക്ഷമായ ഒരു സമഗ്ര യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയിലാണ് ലോകരാഷ്ട്രങ്ങൾ. ഇറാനെ അതീവ ശക്തമായി തന്നെ പ്രഹരിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പും ഇതിനു പിന്നാലെ മേഖലയിലുള്ള സ്വന്തം പൗരന്മാരോട് ഉടൻ രാജ്യം വിടാനോ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മടങ്ങാൻ സജ്ജരായിരിക്കാനോ ഉള്ള അമേരിക്കയുടെ നിർദ്ദേശവും അന്താരാഷ്ട്ര തലത്തിൽ വൻ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ദിവസങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ ഇപ്പോൾ ഗൾഫ് മേഖലയിലെ മറ്റ് അയൽ രാജ്യങ്ങളിലേക്കും പടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കുവൈറ്റിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങളും ലോകവ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമായ ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ പുതിയ ആക്രമണങ്ങളും സ്ഥിതിഗതികൾ കൈവിട്ടു പോയി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ക്യാമ്പ് ഡേവിഡിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. ഇറാനെതിരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സൈനിക നീക്കങ്ങൾക്ക് അമേരിക്ക സജ്ജമാണ് എന്നാണ് ട്രംപ് നൽകുന്ന സൂചന. തങ്ങളുടെ ഒരേയൊരു ലക്ഷ്യം വിജയം മാത്രമാണെന്നും ഇറാൻ സഹിഷ്ണുതയുടെ പരിധി ലംഘിക്കുന്നത് വരെ അവരെ തികച്ചും ശക്തമായി തന്നെ അമേരിക്ക നേരിടുമെന്നും ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളുമായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് രംഗത്തെത്തി. താൽക്കാലികമായി ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ മാസം ഒപ്പുവെച്ച ധാരണാപത്രം ഇറാൻ പൂർണ്ണമായും ലംഘിച്ചുവെന്ന് അവർ ആരോപിച്ചു. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ശേഷം അമേരിക്കൻ സൈനികരെ വധിക്കുകയും വാണിജ്യ കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുകയുമാണ് ഇറാൻ ചെയ്തതെന്ന് കരോലിൻ തുറന്നടിച്ചു. ട്രംപ് ആഗ്രഹിക്കുന്ന രീതിയിൽ തികച്ചും അർത്ഥവത്തായ ഒരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുന്നതുവരെ അവർ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകി. ഇറാനെ സാമ്പത്തികമായും സൈനികമായും കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് വാഷിംഗ്ടണിന്റെ തീരുമാനം. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ പൂർണ്ണമായി അടയുകയും സൈനിക നടപടികൾക്ക് മുൻഗണന ലഭിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മിഡിൽ ഈസ്റ്റിലെ സഖ്യരാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ തിരിച്ചടി വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കുവൈറ്റിലും വൻ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുലർച്ചെ മുതൽ രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച ശത്രു ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിച്ചതായി കുവൈറ്റ് സായുധ സേന സ്ഥിരീകരിച്ചു. രാജ്യത്തെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണമാണിതെന്ന് കുവൈറ്റ് സൈന്യം വിശേഷിപ്പിച്ചു. വടക്കൻ കുവൈറ്റിലെ ഒരു സർക്കാർ കെട്ടിടവും ബൂബിയാൻ ദ്വീപിലെ സ്വകാര്യ കമ്പനിയുടെ വസ്തുവകകളും ഡ്രോൺ ആക്രമണത്തിൽ തകർന്നതായി ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഡ്രോണുകൾ വെടിവെച്ചിട്ടതിനെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങൾ വീണ് വൻ സാമ്പത്തിക നഷ്ടവും നാശനഷ്ടങ്ങളും ഉണ്ടായി. എങ്കിലും ഭാഗ്യവശാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അടുത്തിടെ അമേരിക്ക നടത്തിയ ബോംബാക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഗൾഫിലെ US സഖ്യകക്ഷികൾക്ക് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കിയത്. മേഖലയിൽ അമേരിക്കയ്ക്ക് ശക്തമായ സൈനിക താവളങ്ങളും സ്വാധീനവുമുള്ള എല്ലാ രാജ്യങ്ങളെയും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളാക്കി മാറ്റാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. കരയിലും വ്യോമ മേഖലയിലും മാത്രമല്ല സമുദ്രപാതകളിലും ആക്രമണങ്ങൾ ഭീതിതമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 ഭാഗവും കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ കപ്പലുകൾക്ക് നേരെ പുതിയ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒമാനിലെ ലിമയ്ക്ക് വടക്ക് കിഴക്കായി സഞ്ചരിക്കുകയായിരുന്ന ഒരു ടാങ്കർ കപ്പലിന് നേരെ തിരിച്ചറിയാത്ത വസ്തു വന്ന് പതിക്കുകയായിരുന്നുവെന്ന് ബ്രിട്ടന്റെ UK MDO വ്യക്തമാക്കി. ആക്രമണത്തിൽ കപ്പലിന്റെ എഞ്ചിൻ റൂമിന് ഗുരുതരമായ കേടുപാടുകളാണ് സംഭവിച്ചത്. ഇതിനു പുറമെ ഒമാനിലെ ഗസബിന് വടക്കു പടിഞ്ഞാറായി മറ്റൊരു ടാങ്കർ കപ്പലിന് സമീപത്തും വൻ സ്ഫോടനവും കടലിൽ ജലപ്രവാഹവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ സംഭവത്തിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കപ്പൽ ചാലുകളിലെ സുരക്ഷ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ തകരാറിലായത് ആഗോള എണ്ണ വിപണിയെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിടുന്നത്. ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെട്ടാൽ ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരുകയും സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാവുകയും ചെയ്യും. സാഹചര്യം കൂടുതൽ സങ്കീർണമായതോടെ തങ്ങളുടെ പൗരന്മാർക്ക് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുതിയ സുരക്ഷാ നിർദ്ദേശം നൽകി. മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ അന്തരീക്ഷം തികച്ചും സങ്കീർണമാണെന്നും ഏത് നിമിഷവും കാര്യങ്ങൾ കൂടുതൽ വഷളാകാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. പൗരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറായിരിക്കണമെന്നും വാഷിംഗ്ടൺ ആവശ്യപ്പെട്ടു. നിലവിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ പൗരന്മാർ രാജ്യം വിടുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചു. സംഘർഷം കൂടുതൽ കടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മടങ്ങാൻ സാധിക്കുന്ന രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തണം. അതുപോലെ തന്നെ നിലവിലെ മേഖലയ്ക്ക് പുറത്തുള്ള അമേരിക്കക്കാർ മിഡിൽ ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ അതുവഴിയോ ഉള്ള യാത്രകൾ പുനഃപരിശോധിക്കണമെന്നും അത് ഒഴിവാക്കണമെന്നും അടിയന്തര നിർദ്ദേശമുണ്ട്.
സ്വന്തം പൗരന്മാരുടെ ജീവന് ഭീഷണിയാക്കുന്ന തരത്തിൽ അത്രമേൽ വഷളായ ഒരു സുരക്ഷാ അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് US ഭരണകൂടം വിലയിരുത്തുന്നു. ലോകമെമ്പാടുമുള്ള US നയതന്ത്ര കാര്യാലയങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, മറ്റ് അമേരിക്കൻ സംഘടനകൾ എന്നിവയ്ക്ക് നേരെ ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളും ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുൻപ് സംഘർഷങ്ങളിൽ നേരിട്ട് ഉൾപ്പെടാത്ത ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളിലേക്ക് പോലും ഇറാൻ ഭരണകൂടം ആക്രമണം വ്യാപിപ്പിച്ചത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയിലെ മറ്റ് വിട്ടുമാറാത്ത തർക്കങ്ങളിലേക്കും പടരുകയാണ്. പലസ്തീനിലെ ഗാസയിലും ലെബനനിലും വീണ്ടും ശക്തമായ ബോംബാക്രമണങ്ങൾ ആരംഭിച്ചു. US പിന്തുണയുള്ള വെടിനിർത്തൽ വ്യവസ്ഥകൾക്ക് വിധേയമായി തങ്ങൾ ആയുധം വെച്ചൊഴിയാൻ തയ്യാറാണെന്ന് ഹമാസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രയേൽ ഗാസയിൽ പുതിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇത് സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറി. ലെബനനിലും ഇസ്രയേൽ സൈന്യം ശക്തമായ ആക്രമണങ്ങളാണ് നടത്തുന്നത്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ നീക്കമെങ്കിലും വൻതോതിലുള്ള സിവിലിയൻ നാശനഷ്ടങ്ങളാണ് ഇവിടെയും ഉണ്ടാകുന്നത്. ഗാസയിലും ലെബനനിലും തുടരുന്ന ഈ സംഘർഷങ്ങൾ സമാധാന ചർച്ചകളെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുന്നു. നയതന്ത്ര തലത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ട അന്താരാഷ്ട്ര മധ്യസ്ഥർ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിസ്സഹായരായി നിൽക്കുകയാണ്. മേഖലയിലെ പ്രവാസി സമൂഹവും ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ വൻ ഭീതിയിലാണ് കഴിയുന്നത്. ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. വ്യാപാര മേഖല തകരുകയും വ്യോമപാതകൾ അടയുകയും ചെയ്താൽ ഇത് അവരുടെ ജീവിതത്തെയും തൊഴിലിനെയും ബാധിക്കും. അമേരിക്കൻ പൗരന്മാർക്ക് നൽകിയ ജാഗ്രതാ നിർദ്ദേശം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുടരാൻ സാധ്യതയുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രമുഖ രാഷ്ട്രങ്ങളും തങ്ങളുടെ പൗരന്മാരോട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള യാത്രകൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടേക്കും. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ശക്തമായ തിരിച്ചടികൾ ഉണ്ടായേക്കാമെന്നാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സാമ്പത്തിക താൽപര്യങ്ങളെ തകർക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഉറച്ച നിലപാടുകൾ സൈനിക നടപടികൾ ഇനിയും ദീർഘകാലം തുടരുമെന്നതിന്റെ സൂചനയായാണ് നൽകുന്നത്. ഇറാന്റെ ആണവ സൈനിക ശേഷികളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാകും അമേരിക്കയുടെ അടുത്ത നീക്കങ്ങൾ. പശ്ചിമേഷ്യൻ മണ്ണിൽ ഇപ്പോൾ പുകയുന്നത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് ലോക സമാധാനത്തെ തകർത്തേക്കാവുന്ന ഒരു ആഗോള യുദ്ധത്തിന്റെ തുടക്കമാണ്. വരും ദിവസങ്ങളിൽ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികളും ഇറാന്റെ തിരിച്ചടികളും ലോകത്തിന്റെ നാളത്തെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും.